ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് XNS പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് വെബ് ട്രേഡിംഗ് നമ്മൾ ചെയ്യാന്നാണ്. ഓക്കെ, ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാന്നാണ്. പല ആൾക്കാരും ലാപ്ടോപ്പിലും അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിലും എല്ലാം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു XNSന്റെ ടെർമിനൽ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് കാര്യങ്ങളിൽ എടുക്കാൻ പറ്റുന്നതാണ്, ട്രേഡിംഗ് വ്യൂയിലേക്ക് പോവാതെ. ഓക്കെ, അതേപോലെ നിങ്ങൾ XNSൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് XNSൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യാം, അതേപോലെ XNSൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ XNSലേക്ക് നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഏരിയയിലെ കാര്യം കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും അതേപോലെ ഒരു പാസ്വേഡും കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുക്കാം. നമ്മൾ ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡ്, നമ്മുടെ അക്കൗണ്ടിന്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് നമ്മൾ അവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ഓക്കെ, ലോഗിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊബൈൽ ആപ്പിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റും വിഡ്രോസും അതേപോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ മൊബൈലിൽ ക്രോമിൽ ഓപ്പൺ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വെബ് ട്രേഡിംഗ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് നമ്മുടെ XNSന്റെ സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഡെപ്പോസിറ്റും വിഡ്രോസും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോപ്പി ട്രേഡിംഗ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കോപ്പി ട്രേഡിംഗിന്റെ ഒരു സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു സീരീസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സെഷനിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. നമ്മളൊരു 1 വീക്കിന് ശേഷമുള്ള അതിന്റെ ഫോളോ അപ്പ് വീഡിയോയും കാര്യങ്ങളും, നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതിന് എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡ്, ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അടുത്തതായിട്ട് ആ ഒരു സീരീസും കാര്യങ്ങളും പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ മൈ അക്കൗണ്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ ഉണ്ട്, ഡെമോ ഉണ്ട്, അർച്ചീവ് ഉണ്ട്. റിയൽ അക്കൗണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഒരു ബാലൻസും കാര്യങ്ങളെല്ലാം. അതേപോലെ ഡെമോയിലേക്ക് വന്നാലും നമുക്കിവിടെ ബാലൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അർച്ചീവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 അക്കൗണ്ടും ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു അർച്ചീവിലായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെമോ അക്കൗണ്ടിലേക്ക് പോയിട്ട് ആ ഒരു ട്രേഡിംഗ് കാര്യങ്ങൾ എങ്ങനെ പ്ലേസ് ചെയ്യാം, അതേപോലെ എങ്ങനെ നമുക്ക് ടെർമിനലിലേക്ക് ആക്സസ് ചെയ്യാൻ നോക്കണ്ടേ അല്ലേ. അപ്പോൾ ഒരു ടെർമിനലിലേക്ക് ആക്സസ് ചെയ്യണം വളരെ സിമ്പിൾ ആണ്. നമുക്ക് മൊബൈൽ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ആണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. മെറ്റാട്രേഡർ 5 ടെർമിനൽ, XNS ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. XNS ടെർമിനൽ ക്ലിക്ക് ചെയ്ത് ആ ടെർമിനലിലേക്ക് പോകുന്നതാണ്. MT5ന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞിടാം. നിങ്ങൾ MT5ൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് നമ്മുടെ XNSന്റെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും MT5ൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് കാര്യങ്ങൾ അതിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നുണ്ടാകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് MT5 ഡെസ്ക്ടോപ്പ് വേർഷനിൽ യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ XNS ടെർമിനൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, XNS ടെർമിനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡെമോ അക്കൗണ്ട് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ എക്സാമ്പിളിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് നോക്കി കാണാൻ പറ്റും, കണ്ടോ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഒരു കറൻസി പെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ യൂറോ USD. ഓക്കെ, വന്നു. ഇപ്പോൾ 5 മിനിറ്റ്സ് വേണമെങ്കിൽ ഇവിടെ കണ്ടോ 5 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് വേണമെങ്കിൽ 15 മിനിറ്റ്സ്. ടൈം ഫ്രെയിമും കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണോ ട്രേഡിംഗ് വ്യൂവിൽ യൂസ് ചെയ്യണം അതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഈ ലൈൻസും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്തിട്ട് ടെക്നിക്കലും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചാർട്ടും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് XAUSD ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ്. ഇപ്പം ഗോൾഡ് ക്ലിക്ക് ചെയ്താൽ ഗോൾഡിൻ്റെ ചാർട്ടും വരും. ടൈം ഫ്രെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം ഫ്രെയിം കാര്യങ്ങളെല്ലാം മാറ്റാം. ഓക്കെ, ക്ലിയർ. ഇപ്പോൾ നമ്മൾ BTCയിലാണ് ട്രേഡും കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. അതൊരു എക്സാമ്പിൾ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റും കാര്യങ്ങളെല്ലാം ക്ലോസ് ആണ്. നമുക്ക് ട്രേഡോ കാര്യങ്ങളോ മറ്റു കറൻസി പെയറിലൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡെമോയിലേക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ലോട്ട് എടുത്തുകൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, സെയിം തന്നെയാണ്. ഇവിടെ ഡെമോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ റിയൽ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ബൈ ആൻഡ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഇത് കളയാം. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല എന്ന് വിചാരിക്കാം റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ സെല്ല് ഉണ്ടാകും, ബൈ ഉണ്ടാകും. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം തന്നെ ബൈയോ സെല്ല് ആവില്ല. അപ്പം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്കിവിടെ സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ എന്ന്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അതിൻ്റെ താഴെ വന്ന 2 ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ഉണ്ട്, പെൻഡിങ് ഉണ്ട്. ഇതെല്ലാം ബേസിക്കലി ആൾക്കാർക്ക് അറിയാം. മാർക്കറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസിൽ സ്പ്രെഡ് അടക്കം ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു ഓർഡർ പ്ലേസ് ആവും. പെൻഡിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് ഓർഡർ വരേണ്ടത്, ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ പ്രൈസ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത്
സ്റ്റോപ്പ് ലോസും അതേപോലെ ടാർഗറ്റെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓർഡറും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് പോയി നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, താഴോട്ട് വന്നാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് ലോസ് ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് മാർക്കറ്റ് ഓർഡറിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നുണ്ടാവുക, ഇവിടെ കൺഫേം ബൈ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്, നമുക്കിവിടെ ലോഡ് സൈസ് സെറ്റ് ചെയ്യേണ്ട കാര്യം കൂടി ഉണ്ട് അല്ലേ. ലോഡ് സൈസ് എവിടെയായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാകുക, ഈ വോളിയം എന്ന മനസ്സിൽ കണ്ടോ, ഇതിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കിപ്പം 1 എന്നുണ്ടെങ്കിൽ 1 ലോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം, 0.1 ആണെന്നുണ്ടെങ്കിൽ 0.1 സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു രീതിയിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ. അപ്പോൾ നമ്മളൊരു എൻട്രിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇതിന്റെ ടേക്ക് പ്രോഫിറ്റും അതേപോലെ സ്റ്റോപ്പ് ലോസ് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, വളരെ സിമ്പിളാണ്. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടോ സ്റ്റോപ്പ് ലോസ് താഴെ കാണിക്കുന്നുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സിംഗ്ലോണ്ട് സെറ്റ് ചെയ്ത് വെക്കാം. ടാർഗറ്റ് ഇവിടെ വെക്കാം, ടാർഗറ്റ് ഇവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം, മോഡിഫൈ പൊസിഷൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ ടാർഗറ്റിൽ ഇവിടെ സെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻസും കാര്യങ്ങളും വേറെ എവിടെ കാണാൻ പറ്റുക, നമുക്ക് ഡൗൺ സൈഡിൽ നമുക്ക് ആ ഒരു പോർഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് കണ്ടോ. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കോ, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഓപ്പൺ പോർഷന് BTC ഉണ്ട്, ലോട്ട് കാണിക്കുന്നുണ്ട്, പ്രൈസ് കാണിക്കുന്നുണ്ട്, അതേപോലെ ടാർഗറ്റ് TP കാണിക്കുന്നുണ്ട്, SL കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് PNL കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽസും കാര്യങ്ങളെല്ലാം കണ്ടോ, ഇവിടെ പാർഷ്യൽസും കാര്യങ്ങളും ഇപ്പം 0.05 നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ആയി കണ്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയുള്ള 0.05 ആയി. ഓക്കെ, ഇനി നമുക്ക് പെൻഡിങ് ഓർഡേഴ്സ് ഒന്നുമില്ല, നമ്മളിപ്പം ക്ലോസ് ചെയ്ത ഓർഡേഴ്സ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇത് ഞാൻ ഡെമോക്ക് വേണ്ടി നേരത്തെ ഒന്ന് എടുത്തു നോക്കിയ ട്രേഡ്സ് ആണ്. 0.05 ഇപ്പോൾ ഒരു ഓർഡർ ക്ലോസ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബൈ ആൻഡ് സെൽ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെൻഡിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ നമുക്ക് എവിടെയാണ് സെറ്റ് ചെയ്യാം കണ്ടോ, ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, ടേക്ക് പ്രോഫിറ്റ് എടുക്കാം, ഇവിടെ വെക്കാം, കൺഫേം കൊടുക്കാം കണ്ടോ, അവിടെ സെറ്റായി. ഇനി ഈ ഒരു ഓർഡർ എവിടെ കാണാൻ പറ്റും, പെൻഡിങ് ഓർഡറിൽ വന്നാൽ കാണാൻ പറ്റും, വേണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്താൽ മതി, ആ ഒരു ഓർഡർ പോയി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എൻട്രിയും എക്സിറ്റും ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾ എന്ത് സ്പ്രെഡ്. ഇവിടെ കണ്ടോ ഈ ഒരു സ്പ്രെഡ് ഭയങ്കര വലുതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലോട്ടും കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത സമയത്ത് ഇവിടെയാണ് പ്രൈസ് പോയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് അതേപോലെ തന്നെ ഞാൻ സ്റ്റാൻഡേർഡാണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത വേറെ കുറേ ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്. ആ ഒരു അക്കൗണ്ട്സിനെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് ടൈപ്പെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കമ്മീഷൻ ബേസ് ഉള്ളതും മറ്റ് സീറോ ബ്രോക്കറേജ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് പോർഷൻ ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബൈ ആൻഡ് സെൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. കറൻസീസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഫേവറേറ്റിലെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണോ നമ്മൾ ആ ഒരു ട്രേഡിംഗ് വ്യൂ ഉള്ളത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഡ്രോയിങ്ങും കാര്യങ്ങളും അതേപോലെ നമ്മൾ അനാലിസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്യാം. അതായത് ക്യാൻഡിസിക്സ് മാറിയിട്ട് മറ്റ് എന്തെങ്കിലും ടൈപ്പ് ക്യാൻഡിസിക്സിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹൈക്കനാശിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചാർട്ടും കാര്യങ്ങൾ അത് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഇതേപോലുള്ളൊരു ട്യൂട്ടോറിയൽ ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നുണ്ടാകുക അവിടെയും. നമുക്ക് ജസ്റ്റ് ആ ഒരു പ്ലാറ്റ്ഫോം മാറുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ടെർമിനലാണ് ചെയ്യുന്നുണ്ടാകുക, അവിടെ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് ചെയ്യുന്നുണ്ടാകാം. ഇതായിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.